അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാണാനൊക്കെ നല്ല പച്ചപ്പൊക്കെയുള്ള കുറച്ച് വിശേഷങ്ങളും നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ചെമ്മീൻ നമുക്ക് കിട്ടിയാൽ കുറേ കിട്ടിക്കഴിഞ്ഞാൽ അന്താളിച്ച് വെപ്രാളപ്പെട്ട് ഇതെങ്ങനെ വൃത്തിയാക്കുമെന്നും പറഞ്ഞ് നിൽക്കേണ്ട, പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കാം. അതേപോലെ തന്നെ നമ്മുടെ പള്ളിപ്പാട്ട് ആ കാട് പിടിച്ച് കിടന്ന ഭാർഗവീ നിലയം വെട്ടി വെളുപ്പിച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ രായൻ പപ്പ അവർ രണ്ടുപേരും വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി ഇടുകയാണ്. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ ഒരു യാത്രയുണ്ട്. മോൻ്റെ കൂട്ടുകാരൻ്റെ വിവാഹമാണ്, അപ്പോൾ അവിടെ പോകണം. അപ്പോൾ അതിന് എല്ലാം പള്ളിപ്പാട്ട് നമ്മുടെ ആ ഭാർഗവീ നിലയം എല്ലാം അതിൻ്റെ പറമ്പ് കംപ്ലീറ്റ് വൃത്തിയാക്കാൻ ആളിനെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ട് പോവുക. അപ്പോൾ അതുവരെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഇടുകയാണ്. അപ്പോൾ ഞാൻ രാവിലത്തേക്കുള്ള ഫുഡിനുള്ള പരിപാടി ആസൂത്രണം ചെയ്യുകയാണ്. നമ്മുടെ അവിടുന്ന് കൊണ്ടുവന്ന ആ ചക്ക ഒരു പ്ലാവേലും ഞാൻ കാണിച്ചില്ലേ, ഒന്ന് വിളഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞില്ലേ, അങ്ങ് ഭാർഗവീ നിലയത്തിലുള്ള അതിട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു കൂട്ടുകാരനാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. പുള്ളിക്കാരനാണ് ഈ പകുതി വെച്ചിരിക്കുന്നത്. ബാക്കി പകുതി ഞാൻ എടുത്തിട്ട് നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇലയുടെ ഉണ്ടാക്കാൻ നമുക്ക് വേവിക്കണ്ട, അല്ലാതെ ഒന്ന് അരിഞ്ഞെടുത്ത് റെഡിയാക്കി പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മുടെ രായനും ഞാനും പിന്നെ പണിക്കാരവിടെ നിൽക്കുന്നില്ല, അവർക്കുമൊക്കെ കൊടുക്കണം. അപ്പോൾ ഈ പകുതി പുള്ളിയുടെ കൂട്ടുകാരനാണ് നമ്മുടെ അവിടുത്തെ പുരയിടവും കാര്യങ്ങളും ഒക്കെ നോക്കുകയും ഞങ്ങൾ സൗദിക്ക് പോകുന്ന സമയത്തായാലും സമയത്തിന് തേങ്ങയൊക്കെ ഇട്ട് പുള്ളിയുടെ വീട്ടിൽ സൂക്ഷിക്കും. ഞങ്ങൾ തിരിച്ച് വരുമ്പോഴാണ് അതൊക്കെ തരുന്നത്. പിന്നെ എപ്പോഴായാലും എന്ത് കാര്യത്തിനും പുള്ളിക്കാരനാണ്, അവിടുത്തെ എന്ത് കാര്യവും പുള്ളിയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ ചക്ക പോലും ഇട്ടുകൊണ്ട് തന്നത്. അപ്പോൾ ആ പുള്ളിക്കാണ് ആ പകുതി. അപ്പം ഞാൻ തേണ്ട കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഒന്ന് റെഡിയാക്കി, ചക്ക കുനുകുന അരിഞ്ഞെടുത്തിട്ട് തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കിടു അരിപ്പൊടി നല്ലതുപോലെ ചൂട് വെള്ളത്തിൻ്റെ അകത്ത് കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട് ഇല അങ്ങോട്ട് വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു ഉരുള മാവ് അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് പരത്തട്ടെ. നല്ലതാ, നന്നായിട്ട് പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുവാണേ. സ്പൂണിന് കോരി ഇച്ചിരിച്ചേ വരത്തുള്ളൂ. നമ്മുടെ കൈ താൻ സ്പൂണ് എല്ലാം കൈകൊണ്ടൊക്കെ എലിയ ചെയ്യുന്നത്, പിന്നെ വലിയ പുതുമ കാണിക്കാൻ പോകുന്നു. നമ്മൾ എന്നിട്ട് ഇതങ്ങ് മടക്കുവാണേ. അപ്പം നമ്മൾ ആദ്യം പരത്തിയതൊക്കെ അങ്ങോട്ട് പെറുക്കി വെച്ച് കൊടുത്തായിരുന്നു. ഇനി ഇവനെ കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കട്ടെ. എല്ലാവരും ഓടി ഇരുന്ന് പതുക്കെ സമാധാനമായിട്ട് വേവട്ടെ. അപ്പം നമ്മുടെ ചക്ക ഇലയപ്പം ഒന്ന് അടച്ചും കൂടെ കൊടുക്കാം. അമ്മച്ചി ഇത് അടയാൻ പറ്റുന്നില്ലല്ലോ, അടച്ചു. ഓക്കെ, രായനും പപ്പായും ഒക്കെ കഴിച്ചു. നമ്മുടെ പണിക്കാർക്ക് അവിടെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് പാത്രത്തിലെല്ലാം കൊടുത്തു വിട്ടു. അപ്പം ഞാനും കൂടി ഇനി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിത് ശർക്കര ചേർത്തും ചെയ്യാം. ശർക്കരയൊക്കെ എടുത്ത് ഉരുക്കി അരിച്ചൊക്കെ എടുത്ത് വരുമ്പോൾ അതൊരു ചടങ്ങാണ്, നമുക്ക് സമയമില്ല. അപ്പോൾ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക എന്ന് നമ്മൾ മാത്തമാറ്റിക്സിൽ പണ്ട് പഠിച്ചിട്ടില്ല, അത് തന്നെ ഇവിടെ ചെയ്യുന്നത്. എളുപ്പം എങ്ങനെ കൈകാര്യം ചെയ്യാമോ അങ്ങനെ തന്നെ. ചക്ക അങ്ങോട്ട് അരിഞ്ഞിട്ടു, പഞ്ചസാരയും തേങ്ങയും എല്ലാം എടുത്തിട്ടു. വേണ്ട, ഇവിടെ റെഡിയായി നല്ല പഞ്ഞി പോലത്തെ ഇലയപ്പം. അപ്പോൾ കൊതി വരുന്നുണ്ട് ഇത് കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ആദ്യമായിട്ട് പഴുത്തയൊക്കെ കിട്ടുന്നത് കേട്ടോ. ഞങ്ങളുടെ പ്ലാവിൽ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ്ട് നല്ല വെണ്ണ പോലെ വെന്ത ചക്കയപ്പം അങ്ങനെ കഴിക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ വന്നാൽ തരാം. ഓക്കെ, രാവിലെ നല്ല കൊഞ്ച് അത്ര ഫ്രഷൊന്നും അല്ല. ഇതിൻ്റെ ഈ കൊഞ്ച് ഫ്രഷല്ല എന്ന് അറിയുന്നത് വേണ്ടത്. ഇതിൻ്റെ ഈ കാലൊക്കെ ചുമപ്പ് കളർ വന്ന് അത് അത്ര ഫ്രഷ് അല്ല. അല്ലെങ്കിൽ പൊതുവേ നോക്കുമ്പോൾ നമുക്കറിയാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അവർ, കണ്ടോ. നല്ല ഫ്രഷും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ കൊഞ്ചുകൊണ്ട് നമ്മുടെ ചെങ്കലവ എന്നാണ് ഇവിടെ ഇതിന് പറയുന്നത്. കിളിമീനെന്നും ചെങ്കലവ എന്നും ഒക്കെയാണ് പറയുന്നത്. മഞ്ഞക്കോര കണ്ട, ഇതിനിവിടെ പറയുന്നത് മഞ്ഞക്കോരയെന്നും പറയും, ചെങ്കലവ, പിന്നെ ചിലയിടത്തൊക്കെ കിളിമീനെന്നും പറയും. പിന്നെ രാവിലെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. കുറച്ച് തത്തച്ചുട്ടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എന്താ പറയുന്നത്, എൻ്റെ കയ്യിൽ മീൻ തൊട്ടു, അതുകൊണ്ട് ഞാൻ സ്പൂണിന് കോരി കാണിക്കാം. നമ്മൾ ഈ കല്യാണ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ ബിരിയാണിക്ക് ചിലപ്പോൾ കുറച്ച് വെന്ത മാങ്ങയില്ലേ, വേവിച്ചിട്ടുള്ള അച്ചാറില്ലേ, മാങ്ങ അച്ചാർ, അങ്ങനെയൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തത്തച്ചുണ്ടനാണ്. ഇതൊരാൾ കുറേ മാങ്ങ എനിക്ക് തന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തത്തച്ചുണ്ടനില്ല, അങ്ങ് പള്ളിപ്പാട്ടുണ്ട്, അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ട്.
അപ്പോൾ അത് ഇച്ചിരി വിളഞ്ഞതാണ്, നല്ലതായിട്ട് വിളഞ്ഞ മാങ്ങയും ഉണ്ട്, ഒരു അത് അധികം വിളവില്ലാത്ത മാങ്ങയും ഉണ്ട്. കണ്ടോ, ആർക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ കളയാൻ എനിക്ക് മനസ്സില്ല കേട്ടോ, ഒരാൾ തന്നതാണ്. ഈ തിരക്കിനിടയ്ക്ക് ഞാൻ അതെല്ലാം റെഡിയാക്കി അരിഞ്ഞ് ഇനി ഉപ്പും പുരട്ടി അങ്ങോട്ട് വെക്കുകയാണ്. സമയം പോലെ അച്ചാറിട്ടെടുക്കാമല്ലോ. അപ്പം ഞാൻ ഈ ചെമ്മീൻ ഒന്ന് വെട്ടിയെടുക്കട്ടെ, ഈ മീനും ഒന്ന് വെട്ടിയെടുക്കട്ടെ. രാവിലെ നമ്മുടെ ചോറ് അങ്ങനെ റെഡിയായി അടുപ്പിൽ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉമ്മക്കുട്ടി ഇന്നില്ല, ഉമ്മക്കുട്ടിയുടെ മോള് ഗർഭിണിയാണ്. അപ്പം മോളെ കാണാനായിട്ട് പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയിരിക്കുകയാണേ. നമുക്ക് ഒരുപാട് കൊഞ്ചോ അല്ലെങ്കിൽ ഒരുപാട് ജോലികൾ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിഞ്ഞു, ഞാൻ ചെയ്യുന്ന പണിയാണേ. വേണ്ട ചെമ്മീനൊക്കെയാണ് കുറേ ഉണ്ടെങ്കിൽ ഇത് ആദ്യം അതിൻ്റെ മീശയും ആ താടിയൊക്കെ ഉണ്ട്, മീശയും താടിയും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കത്രിക്ക് കുറേശ്ശെ ഇത്രയും അങ്ങോട്ട് എടുത്ത് വെക്കും. ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി തന്നെ കണ്ട അതിൻ്റെ കാലും മീശയും താടിയൊക്കെ വെട്ടി അങ്ങോട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ അടുക്കി വെക്കും. എന്നിട്ട് ഇത് ഇത്രയൊന്ന് ഇതെല്ലാം പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ നടുക്കു നിന്നുള്ള ആ വേസ്റ്റും ഒക്കെ ഒന്ന് കുത്തിയെടുത്ത് കളഞ്ഞിട്ട് ബാക്കി വീണ്ടും അതുപോലെ കുറച്ച് ചെയ്യും. മനസ്സിലായി? അപ്പോൾ എളുപ്പം നമ്മുടെ ജോലി തീരും. ഇതെല്ലാം കൂടെ കണ്ടിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുകയേ വേണ്ട. കണ്ട് ഇങ്ങനെ കുറേശ്ശെ എടുക്കുക, അതിങ്ങനെ അങ്ങോട്ട് ചെയ്ത് വെക്കുക, അത് പൊളിച്ച് വൃത്തിയാക്കി അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു അഴുക്കുണ്ടല്ലോ, മണ്ണാണ്, അതതിൻ്റെ വേസ്റ്റാണ്, അതിൻ്റെ അപ്പിയാണത് സത്യം പറഞ്ഞാൽ. അപ്പോൾ തലയിൽ പിന്നെ അപ്പി സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് കൊഞ്ച് കേട്ടോ. അത് നമ്മൾ ശരിക്കും അറിയുന്നത് നമ്മുടെ ആറ്റുകൊഞ്ച്, ആറിൽ നിന്ന് പിടിക്കുന്ന കൊഞ്ച്, അതിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു സഞ്ചി പോലുണ്ട്, അതിൻ്റെ തീറ്റ സംഭരിച്ച് വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ വേസ്റ്റ് പുറത്ത് കളയേണ്ട സംഭവവും ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഇരിക്കുന്ന മണ്ണും മണലും അഴുക്കും, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ചെയ്യുക. അപ്പം പറഞ്ഞു വന്നത്, ഒത്തിരി നമുക്കിപ്പോൾ ചെമ്മീനോ അല്ലെങ്കിൽ മീനോ ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കുറേശ്ശെ എടുക്കുക. അതായത് കണ്ട ഇതിൻ്റെ ആ വേസ്റ്റും ഇതും എല്ലാം ഇങ്ങനെ അങ്ങോട്ട് കളഞ്ഞിട്ട് ഇങ്ങനെ അടുക്കി വെക്കുക. എന്നിട്ട് കുറേശ്ശെ പൊളിച്ച് പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ എളുപ്പം നമ്മുടെ ജോലി തീരും. എല്ലാം കൂടെ കണ്ടിട്ട് പകച്ച് നിൽക്കരുത്. അതെല്ലാം ഞാൻ പൊളിച്ചെടുത്ത് ഇനി ഇത് എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇത് തൊപ്പി പോലെ ഇളക്കി കളയും, ഈ തലയുടേത്. അതല്ല എങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം അങ്ങ് വെള്ളത്തിൽ പോകും. ഇതെടുത്ത് ഇപ്പം തന്നെ എടുത്ത് കളഞ്ഞാൽ മനസ്സിലായി. ഇതിൻ്റെ ഈ നടുക്കലത്തെ ഈ അഴുക്കും കളഞ്ഞ് തലയുടെ ഇതും കളയുന്നത് കഴുകി എല്ലാം എടുത്തതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അടുത്തത് ഞാൻ കുറച്ച് വെട്ടിയെടുത്ത് കണ്ടോ ആ മീശയും ഇതുമൊക്കെ അങ്ങോട്ട് വെട്ടിയിട്ടിട്ട് ദണ്ട അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് ഉരിച്ചിതിലോട്ടിട്ടിട്ടേ ബാക്കി ഇനി ചെയ്യത്തുള്ളൂ. അപ്പം എളുപ്പം നമ്മുടെ ജോലി തീരും. അപ്പോൾ നമ്മളതെല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇത് കണ്ടോ, ഈ തൊപ്പി പോലെ ഞാനിതങ്ങ് ഇളക്കും. കണ്ടോ, ഇത് നമുക്ക് ആ കറിക്കകത്ത് കിടക്കുന്നത് ഒരു അരോചകമാണേ, അതങ്ങോട്ട് മാറ്റും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് അങ്ങനെ തന്നെ നമ്മൾ തൊപ്പി പോലെ ഇതിഞ്ഞെടുക്കുവേ തലഭാഗത്ത് നിന്ന്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്തുള്ള അഴുക്കില്ലേ, ഈ നടുക്കലത്തെ അത് ചെയ്യുന്നത് ഒരു ടൂത്ത് പിക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഈർക്കിലെടുക്കുക. ഈർക്കിലൊന്ന് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കുത്തി കൊടുക്കുക. കണ്ടോ, നോക്കിക്കോണേ. കണ്ട ഇത് കണ്ട, ഇതിങ്ങനെ അങ്ങോട്ട് വലിച്ചാലിഞ്ഞ് വരും. ഒരു കയ്യിൽ ഫോൺ ഇരിക്കുക, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ അങ്ങ് വലിച്ചെടുത്ത് നമുക്ക് കളയാം. കണ്ട നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കുത്തി അങ്ങ് എടുക്കുക. കണ്ട ഇതിൻ്റെ അഴുക്ക് കംപ്ലീറ്റ് നമുക്കിത് ഇങ്ങനെ എടുക്കാൻ പറ്റും. കണ്ട കാണിച്ചു തരാം. ഇത് കണ്ടോ നിങ്ങൾ, ഇതതിൻ്റെ മണ്ണും അഴുക്കുമാണ് കേട്ടോ, ഇതതിൻ്റെ വേസ്റ്റാണ്. ഇത് നമ്മൾ ഇങ്ങനെ എളുപ്പം നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടത്, ഇത് വൃത്തിയായി. ഇനി ഒന്നുകൂടെ ഒന്ന് കഴുകി എടുക്കുമ്പോൾ അങ്ങ് റെഡിയാവും. എന്നിട്ട് നമ്മൾ ആ തലയുടെ തൊപ്പി പോലെ നമ്മളെടുത്ത് കളഞ്ഞിട്ട് ഇതും ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തതും അങ്ങനെ ചെയ്യാം. ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ താമസം വരുന്നത് കേട്ടോ. വേണ്ടതേ ഇത് തൊപ്പി പോലെ നമുക്കങ്ങ് എടുത്ത് വേണ്ട ഇങ്ങനെ അങ്ങ് മാറ്റാം. അതിനുശേഷം ഈ നടുഭാഗം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്നും ചൊല്ലി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കുത്തുക, മേളോട്ടൊന്ന് പൊക്കുക. കണ്ട ഇതിങ്ങനെ ഊരി ഇഞ്ഞെടുക്കാം നമുക്ക്. കണ്ട
ഇത് പ്രത്യേകമായിട്ട് കാണിച്ചു തരുന്ന ഇതാണ് അതിൻ്റെ അഴുക്ക്. കണ്ടോ, ഇത് നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചേക്കരുത്. ചെമ്മീൻ പൊളിച്ചെടുക്കുമ്പോൾ വലുതായാലും ചെറുതായാലും അതിനെല്ലാം ഇങ്ങനെയുണ്ട്. കണ്ടോ, ഇത് ഈ അഴുക്ക് അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ പോകും. അങ്ങനെ ഇത് ഞാൻ ഓരോന്നും ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നതാ. നമ്മളിങ്ങനെ ഒന്ന് കുത്തിയിട്ട് പൊക്കുമ്പോഴേക്കും എന്തേ കണ്ട വേസ്റ്റ് വരുന്ന കണ്ട, ഇതിഞ്ഞ് വലിച്ചെടുക്കുക. ഇതാ കണ്ട, ഇതാ, ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുക. കണ്ട, ഇതെല്ലാം വേസ്റ്റാണ്. നമ്മളിതാ ഇങ്ങനെ എല്ലാം എടുത്ത് കളയും. മനസ്സിലായോ? കണ്ട, എന്നിട്ട് നമുക്കിതങ്ങ് കളയാം. നമുക്ക് ഇവനെ പൊരിക്കുകയോ പിന്നെ റോസ്റ്റ് ചെയ്യുവോ പിന്നെ എന്താ പറയുന്നത് മപ്പാസ് വെക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതാണ്ട് നമ്മുടെ ആ ചെമ്മീൻ്റെ അകത്ത് അതിൻ്റെ പുറത്തിരുന്ന അഴുക്കുകളാണ്. കണ്ട, ഇത് കംപ്ലീറ്റ് നമ്മൾ കുത്തിയെടുത്ത് കളഞ്ഞു. കണ്ട, നല്ല ഡിസൈനില്ലേ. ചെങ്കലവ വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ട, മുളക് കറി വെക്കുക. നമ്മുടെ തത്തച്ചുണ്ടൻ മാങ്ങ ഇട്ട് കറി വെക്കുകയാണ്. കണ്ട, മാങ്ങ അങ്ങോട്ട് വെട്ടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. കറി ഒന്ന് തിളച്ചിട്ട് മുളകിട്ട് വെക്കുക. മുളക് പൊടി, കൂടുതൽ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും. നമ്മുടെ ചെമ്മീൻ കുറച്ചെടുത്തൊന്ന് പൊരിക്കാനാണേ. ബാക്കി ഒരു തീയൽ വെക്കാൻ അത് നാളെ എടുക്കാം. നമുക്ക് ബാക്കി അങ്ങ് ഫ്രീസറിലേക്ക് വെക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ചെങ്കലവ അതായത് കിളിമീൻ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിരിക്കുന്നു. കണ്ട, മുളകിട്ട് മാങ്ങായും ഒക്കെ ഇട്ട് വെച്ചതാണ്. കണ്ട, നമ്മുടെ തത്തച്ചുണ്ടൻ മാങ്ങയാണിത്. ഇങ്ങനെ വെന്ത് കലങ്ങിയൊന്നും പോകത്തില്ല ഈ മാങ്ങ. കണ്ട, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കൊഞ്ച് ചെമ്മീനും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, നമ്മുടെ മീൻകറി ഇവിടെ റെഡിമണി മുണ്ടക്കയം. നമ്മുടെ ചെമ്മീൻ വൃത്തിയാക്കുന്നതിന് മുമ്പ് നമ്മുടെ നഖത്തിലൊക്കെ കുറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട്, കുറേ നാളായി മൈലാഞ്ചി ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചെമ്മീൻ എന്നെടുത്തതാ. പിന്നെ ഇച്ചിരി മുളക് പൊടിയും കുരുമുളകും പെരിഞ്ജീരകവും എല്ലാം ചേർത്ത് നമ്മൾ ഒരല്പം എന്താ പറയുക നമ്മുടെ കോൺഫ്ലോറും കൂടെ ചേർത്ത് കേട്ടോ. അല്ലേ ഇച്ചിരി അരിപ്പൊടി ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇച്ചിരി കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടതാ. കണ്ട, ഇവനെ അങ്ങോട്ട് നമുക്ക് പൊരിച്ച് എടുക്കാം. കണ്ടാ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 ചെങ്കലവായും കൂടെ അങ്ങ് പൊരിക്കുക. ചൂടോടെ ഇതൊക്കെ പൊരിച്ച് കഴിക്കണം. അപ്പോൾ ദാ ഇനി ഇതും കൂടി ഒന്ന് പൊരിക്കട്ടെ. നമ്മൾ കുറച്ച് പടവലങ്ങയാണ് ഇത്. പടവലങ്ങയും സവോളയും പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരല്പം പോലും വെള്ളം വയ്ക്കാതെ എണ്ണയ്ക്കകത്ത് വേണം ഈ പടവലങ്ങയൊക്കെ വറ്റിച്ചെടുക്കാൻ. തോർത്തി ഉപ്പേരി എന്ന് പറയും, നമ്മളിവിടെ മെഴുക്ക് വരട്ടി എന്ന് പറയും. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ മാങ്ങ ഒക്കെ ഇട്ട് വെച്ച് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്ത ഇത് പൊരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മുടെ മീനും ചെമ്മീനും ഒക്കെ പൊരിക്കാൻ പോവുകയാണേ. ഈ പരിഞ്ഞിലുണ്ടായിരുന്നു ചെറിയ ഒരു പരിഞ്ഞിൽ, 2 പരിഞ്ഞിൽ. നമുക്ക് ഇവന്മാരെ അങ്ങോട്ട് പൊരിച്ചടുക്കാം. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇനി പോയി വെളിയിൽ പോയി എടുക്കണം, മഴ പെയ്യുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒന്ന് കുറച്ച് ഇടട്ടെ. ഞാനിത് ഈർക്കിൽ ഇതിൻ്റെ നടുക്കൂടെ കയറ്റിയിട്ട് എൻ്റെ മക്കൾ കൊച്ചുങ്ങളായിരിക്കുന്ന സമയത്തൊക്കെ ഇത്തരം വലിയ കൊഞ്ച് കിട്ടും കേട്ടോ. നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന 2-3 പീസാക്കി എടുക്കാവുന്ന ഈ കുത്തിപ്പിടിക്കുന്ന വലിയ കൊഞ്ചും ഞണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ നമ്മൾ നടുക്കൂടെ ഈർക്കിലിയൊക്കെ കുത്തി വെച്ചിട്ട് നൂർന്ന് തന്നെ ഇരിക്കും. ഇതിങ്ങനെ വളഞ്ഞു പോകത്തില്ല. അങ്ങനെ ചെയ്യും. ബാക്കി അടുത്ത ട്രിപ്പ് ഇടാം. എന്താ ഡയമണ്ടനാണ്. ഇതൊന്ന് വറുത്തെടുക്കട്ടെ. നമ്മുടെ പടവലങ്ങ അതണ്ട നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. എന്നാ വെന്തിട്ടുമുണ്ട് കണ്ടോ. ചില സ്ഥലങ്ങളിൽ ചെന്ന് നമ്മൾ പടവലങ്ങ മെഴുക്ക് പുരട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും വെള്ളം ഒഴിച്ച് വേവിച്ച് അവിച്ചൂറ്റിയെടുത്തതുപോലെ ഇരിക്കും. നമ്മളെ ഈ ഒരു ടെക്സ്ചർ കിട്ടത്തില്ല കേട്ടോ.
നമ്മൾ അതിന് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒരു പിന്നെ മെഴുക്കുവരട്ടിയിൽ ഞാൻ വെള്ളം ഒഴിക്കാറില്ല. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പം ചോദിക്കൂ, കൊളസ്ട്രോൾ ഉള്ളവർ ഇത് കഴിക്കേണ്ട, അത്രയേ ഉള്ളൂ. കൊളസ്ട്രോൾ ഇല്ലാത്തവർ കഴിച്ചാൽ മതി. കൊളസ്ട്രോൾ ഒന്നും വരത്തില്ല. നമ്മൾ വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ നന്നായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തിയാൽ മതിയേ. ആവശ്യമില്ലാതെ വീണ്ടും 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 വറുത്തൊക്കെ എടുക്കുന്ന എണ്ണകളും ഒക്കെ ഉപയോഗിക്കുക. അതിനകത്ത് തന്നെ നമുക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പവും വരത്തില്ല. ഇങ്ങനെയൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണ, ഇത് നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇത് ആട്ടി നമ്മളിവിടെ നമ്മുടെ തേങ്ങ വെട്ടി ഉണങ്ങി ആട്ടിയ വെളിച്ചെണ്ണയും കൂടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എണ്ണയ്ക്കകത്തങ്ങ് കുളിക്കാം. അപ്പോൾ അതാണ്ട പടവലങ്ങ ഇങ്ങനെ കുഴയാതെ നിങ്ങൾക്ക് മെഴുക്കുവരട്ടി എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല മക്കളെ. എങ്ങനെയായാലും അത് കുഴഞ്ഞു പോകും ഇല്ലേ? ഇത് നോക്ക് നിങ്ങൾ, ഒന്നൊന്നൊന്നൊന്നൊന്ന് തൊടുന്നോന്ന് നോക്കിക്കേ, കണ്ട? അതാണ് നമ്മൾ മെഴുക്ക് വരട്ടുന്നതിനും എല്ലാത്തിനും ഓരോ, നമ്മൾ ചുമ്മാ അങ്ങ് ചെയ്താൽ ഒക്കത്തില്ല. എല്ലാ കാര്യത്തിനും അതിൻ്റെതായ കുറച്ച് ക്രമങ്ങളുണ്ട് കേട്ടോ. എന്താ പടവലങ്ങ ഇങ്ങനെയൊന്ന് മെഴുക്ക് വരട്ടി എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. പടവലങ്ങ നമ്മൾ തീയലിനും അവിയലിനും മാത്രമല്ല, മെഴുക്ക് വരട്ടാനും സൂപ്പറാണ്, തോരൻ വയ്ക്കാൻ സൂപ്പറാണ്. ചെമ്മീനും ഇട്ടിട്ട് ഇത്, ഉണക്കക്കൊഞ്ചും ഇട്ടിട്ട് ഇത് ചെയ്യണം കേട്ടോ, അടിപൊളിയാണ്. ഉണക്കക്കൊഞ്ചും ഈ നമ്മുടെ പടവലങ്ങായും കൂടി ഇട്ടിട്ട് ഒരു ഒലത്ത് പോലെ ഉണ്ടാക്കും കേട്ടോ. അത് ഞാൻ ഇനി ഒരു ദിവസം ഇടാം, വീഡിയോ ഇടാം. അപ്പോൾ നമ്മുടെ പടവലങ്ങ മെഴുക്ക് പുരട്ടിയും ഇവിടെ റെഡി ഉണ്ടാ. നമ്മുടെ ചെമ്മീൻ കുട്ടപ്പന്മാർ അവിടെ റെഡി. എനിക്ക് കൊതി കൊണ്ട് വയ്യ. അത് ഞാനൊരു മീനും പൊരിച്ചു, മീനും തലയൊക്കെ എടുത്ത് മാങ്ങായും ഒക്കെ ആയിട്ട് ഒരു സമാശ്വാസം. എനിക്ക് വിശക്കുന്നു. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഇപ്പം 12 മണി ആവുന്നതേ ഉള്ളൂ. അപ്പം ഞാനൊരൽപ്പം എല്ലാം ഒന്ന് വേവിച്ചെടുത്തു. എനിക്ക് മാങ്ങ കറിക്കകത്തിടുന്ന മാങ്ങ നല്ല ടേസ്റ്റാണേ. അതിങ്ങോട്ട് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇനി അങ്ങോട്ട് വെച്ച്, അദ്ദേഹത്തിന് ഇപ്പം വേണ്ട, രാവിലെ ഇലയപ്പമൊക്കെ കഴിച്ച് പണിക്കാർക്ക് കാപ്പിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയതാണ്. ഇനിയിപ്പോൾ ഒരു 3 മണി കഴിയാതെ വരത്തില്ല. അപ്പം ഞാൻ എന്തായാലും, എനിക്ക് വിശക്കുന്നു, എനിക്ക് ചൂടോടെ കഴിക്കണം. ഉണ്ടാ. എല്ലാവരും പറയും കൈയുടെ വെള്ളയെ പറ്റിക്കുന്നത്, പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ ഉരുട്ടി കഴിക്കുന്നത് കേട്ടോ. എന്താ കൊഞ്ചിൻ്റെ തലയായത് കേട്ടോ. ചെമ്മീൻ റെഡി ആവുന്നതേ ഉള്ള ചൂടുണ്ട്. നമ്മുടെ എന്താ പറയുന്നത്, ചേമ്പ് പുഴുങ്ങിയത് വായിലിട്ട്, ചൂട് ചേമ്പ് നമ്മൾ വായിലിടുന്ന ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇന്നത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല. നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതൊക്കെയാണ്. ബാക്കി കൂടി പൊരിച്ചെടുക്കാം. അപ്പം ഞാനിനി ഇതൊന്ന് കഴിക്കട്ടെ. അടിപൊളിയാണ് മക്കളെ, ഇത് ചൂടോടെ കഴിക്കണം. അപ്പോൾ അതാ ഞാൻ നമ്മുടെ ഒരു ചെമ്മീൻ പൊരിച്ചതും എടുത്തിട്ടുണ്ട്. നമ്മുടെ പടവലങ്ങ മെഴുക്ക് പുരട്ടിയും ഇച്ചിരി എടുത്തിട്ടുണ്ട്. കൈ വെക്കാൻ സ്ഥലമില്ല. മീനിൻ്റെ പരിഞ്ഞില്ല കേട്ടോ. എന്നിട്ട് നല്ല ചൂടോടെ നമ്മളിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കഴിക്കണം കേട്ടോ. അടിപൊളിയാണേ. രാവിലെ മുതൽ ജോലിയിലായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രിയിൽ ഒരിച്ചിരി കഞ്ഞി കുടിച്ചുകൊണ്ട് കിടന്നതാണ്. പൊടിയരി കഞ്ഞിയും ചെറുപയറ് തോരനും വരുന്നേ. അപ്പോൾ രാവിലെ ഇത്രയും 12 മണി കഴിഞ്ഞ്, അതുകൊണ്ട് എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ വയ്യ. അതുകൊണ്ട് അത് തന്നെയല്ല, എനിക്ക് ഈ ഫുഡൊക്കെ എന്ന് പറയാൻ ചൂടോടെ കഴിക്കണം. അപ്പം ദാണ്ട ഞാൻ കഴിക്കുകയാണ്, നിങ്ങളെ കൊതി പിടിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ പപ്പ വന്നു, ഫുഡൊക്കെ കഴിച്ചു, രായനും കഴിച്ചു. എന്നിട്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഒരുങ്ങിക്കോ, അവിടെ കൊണ്ടുപോയി കാണിക്കാം, എല്ലാം തീയിട്ടു, നിനക്ക് കാണണ്ടായി. ഞാൻ പറഞ്ഞു പിന്നെ കാണണം. മിനിയാന്ന് വീഡിയോ എടുക്കുമ്പം എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതേമാതിരി കാടല്ലായിരുന്നു. അപ്പം നമ്മളെല്ലാം ഒന്നല്ലേ. അപ്പം നിങ്ങളെന്തായാലും അത് കണ്ടതല്ലേ, ആ കാടും പടലും പ്രേതാലയം പോലെ കിടന്നതല്ലേ. അപ്പം നമുക്ക് അതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുത്തത് നിങ്ങളും കൂടെ ഒന്ന് കാണണം, നിങ്ങളും എൻ്റെ സ്വന്തമല്ലേ. അപ്പോൾ അതാ നമുക്ക് വള്ളിപ്പാട്ടേക്ക് പോവുകയാണ്, ഭാർഗവി നിലയത്തിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ കണ്ട പുരയിടമാണോ ഇതെന്നൊന്ന് നോക്കിക്കേ. മൊത്തം വെട്ടി വിളപ്പിച്ച് എല്ലാം തീയിട്ട് അങ്ങോട്ടെല്ലാം അങ്ങനെ ആക്കിയണ്ട. ഇതല്ലേ നമ്മൾ കണ്ട സ്ഥലമാണോ ഇത്? വീട് എന്തായാലും ഇനിയിപ്പോൾ പെയിൻ്റൊക്കെ ഒന്ന് അടിക്കണം, തേച്ച് കഴുകി പെയിൻ്റൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കണം.
ഇന്നലെ നമ്മളിവിടെ നിന്നാണ് വീഡിയോ എടുത്ത് കാണിച്ചില്ലേ, പ്ലാവും എല്ലാം വീണ് കിടക്കുന്നതൊക്കെ. 3 ദിവസം കൊണ്ട് എത്ര പേര് നിന്ന് നല്ല അടിപൊളിയാക്കി. ഉണ്ട് ചാരം പറക്കുന്നു. ഇതിലോട്ട് നിറച്ച് വാഴയോ ഫലവൃക്ഷങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുക്കണം. നമ്മൾ താമസം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ പറ്റത്തുള്ളൂ. എന്താ കഷ്ടം. ഇന്നലെ വെള്ളമൊക്കെ കുടിക്കാൻ കൊണ്ടുവന്നത്. ഇവിടെ നല്ല വെള്ളമല്ല, ഇത് തേച്ച് കഴുകിയിടാതെ കൊള്ളാതെ കിടക്കുകയല്ലേ. ഇന്നലെ നമ്മൾ കാടിനകത്ത് നിന്നല്ലേ വീഡിയോ ചെയ്ത്, ആ കാടെല്ലാം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. കണ്ട മുള കുറേ അങ്ങ് ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ. ഇഷ്ടംപോലെ മുളയുണ്ട്. കണ്ടല്ല പച്ച കളറിലെ മുളയുണ്ടല്ലോ, അതും കൂടെ വെട്ടിയൊന്ന് ഇതായാൽ പറമ്പ് വൃത്തിയാവും. തീർന്നിട്ടില്ല, ഇനിയും പണിയുണ്ട്, കുറച്ചേ ആയിട്ടുള്ളൂ. ഇനി അപ്പുറത്തെ സൈഡ് കിടക്കുക, കുറേ ചെയ്യാനുണ്ട്. 2-3 ദിവസം കൊണ്ട് ആളുകൾ നിന്ന് വെട്ടി എല്ലാം വൃത്തിയാക്കി. അതെന്തോ ഞാൻ വീണ് കിടക്കുന്ന ആഞ്ഞിലിയോ അത്? അപ്പോൾ അവിടെ പുളി ഒരെണ്ണം കിടന്നായിരുന്നു വീണ്, അതൊക്കെ പോയി. പൂവരശും പുളിയും തെങ്ങും പിന്നെ അതുകൊണ്ടെല്ലാം വീണ് കിടക്കുക. മരങ്ങളൊക്കെ കണ്ടതേ, കണ്ട തെങ്ങ്, പുളിയ്, പൂവരശ്, പിന്നെ ആഞ്ഞിലി എല്ലാം വീണ് കിടക്കുക. ഇതിൽ നിന്ന് ചക്ക ഇന്നലെ അങ്ങോട്ട് വന്ന് 4-5 ആൾക്കാർ ചേർന്ന് നിന്ന് പിടിച്ച വല കോർത്ത് നിന്ന് പിടിച്ചാൽ പിടിമുറ്റാത്ത നാട്ടുമാവും തത്തച്ചുണ്ടമാവും മാവുകളുടെ ഒരു പൂരപ്പറമ്പായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ മാങ്ങയായിരുന്നു, ഇഷ്ടംപോലെ. അവിടെ മാങ്ങ ഇഷ്ടംപോലെ മാങ്ങ നിൽപ്പുണ്ട്. കണ്ടോ, 3 മാങ്ങ ഉണ്ട്, കിളിച്ചുണ്ടനുണ്ട്. കണ്ട മാങ്ങ നിൽക്കുന്ന കണ്ട. കണ്ട മേളില ഇഷ്ടം പോലെ ആ കിളിച്ചുണ്ടൻ മാങ്ങ. അപ്പുറത്തെ സൈഡിലെ കമ്പ് കംപ്ലീറ്റും ഉണ്ട്. എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്നത് പോലെ ആർക്കോ വേണ്ടി ഉണ്ടാകുന്ന മാങ്ങയും ചക്കയും തേങ്ങയും പിന്നെ പുളിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ മാത്രം സമയത്തിന് വന്ന്, സമയം കെട്ടും വന്നിട്ടുകൊണ്ട് വരും. ഇതാ ആ കാണുന്ന ആ പുരയിടം മുഴുവനും പല തരത്തിലുള്ള മാവുകളാണേ. അപ്പോൾ ഇവിടെ കൊയ്ത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കണ്ടത്തിൽ കൂടെ ഇറങ്ങിപ്പോയി ഒരു കാറ്റടിക്കുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെയാണ് വീഴുന്നത്. നമ്മുടെ വീട്ടിലെ തത്തച്ചുണ്ടനൊക്കെ ചാക്കിൻ്റെ അകത്തെല്ലാം പറിച്ച് കൊട്ടയ്ക്കകത്ത് കച്ചിയൊക്കെ ഇട്ടിട്ട് പഴുക്കാൻ വയ്ക്കും. നമ്മൾ ചപ്പി തിന്നുന്ന മാങ്ങയൊക്കെ ഇഷ്ടംപോലെ മാവുകളുടെ ഒരു പൂരപ്പറമ്പ്. അപ്പോൾ അതാണ്ട് നമ്മുടെ വീടും കൂടി ഇനി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എന്തായാലും ഇപ്പം രായൻ പെയിൻറ്ററാണല്ലോ, രായനെ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് പിന്നെ തേച്ച് കഴുകിച്ച്. കണ്ട വലിയൊരു ആഞ്ഞിലിയാണ് നിൽക്കുന്നത്. എൻ്റെ മോന് കുഞ്ഞായ സമയത്ത് ഇപ്പം ഈ വീണ് കിടക്കുന്ന ഈ ആഞ്ഞിലി കണ്ട, ഇതാ അവിടെ ആയിട്ടായിരുന്നു. അവനെ ഞാൻ അതിൽ പിടിപ്പിച്ച് നിർത്തിയിട്ടാണ് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് അവനെ കഴുകിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം വെള്ളമായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇറക്കാൻ പേടിയാണ്. ഇനി ഇതെല്ലാം ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ ഉള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. കാരണം 10 എത്രയോ വർഷങ്ങളായി. ഞങ്ങളിവിടുന്ന് 2003 അങ്ങ് പോയി. 2003 99 ഇവിടുന്ന് ഞാൻ താമസം മാറിയതാണ്. അപ്പോൾ എത്ര വർഷങ്ങളായതാലോചിച്ചു. നമ്മുടെ പറമ്പിലോട്ടെങ്ങും വെള്ളം കയറത്തില്ല കേട്ടോ. വലിയ വെള്ളപ്പൊക്കം വന്നാൽ മാത്രമേ പറമ്പിലൊക്കെ വെള്ളമാവത്തുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല. പപ്പായും 3-4 ജോലിക്കാരും കയറാം. 3-4 ജോലിക്കാരും പപ്പായും 3-4 ദിവസത്തെ അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ആ കാട് മുഴുവനും വെട്ടി വൃത്തിയാക്കി കിളച്ച് റെഡിയാക്കി. ഇനി ഇതിൻ്റെ അകത്ത് നിറച്ച് എൻ്റെ ഈ മുറ്റത്തൊക്കെ നല്ലതുപോലെ ഫലവൃക്ഷങ്ങളൊക്കെ വെച്ചെങ്കിൽ പിടിച്ച് കിട്ടിയാൻ. എന്ത് ചെയ്യാൻ, നമ്മൾ താമസിക്കുമായിരുന്നു, എന്തൊക്കെ ചെയ്യാമായിരുന്നില്ലേ കുഞ്ഞേ. തോന്നാട്ടോ നടക്കാത്ത കാര്യത്തെക്കുറിച്ചല്ലേ അവൾ പറയുന്നതെന്നാ നിങ്ങളുടെ മനസ്സിലിപ്പോൾ. ഇതെല്ലാം ഒന്ന് തേച്ച് കണ്ടോ, കംപ്ലീറ്റ് ഇതേ കരിമ്പായിൽ പിടിച്ചതാ കണ്ടോ. അയ്യോ
ചെടികളാ ഭിത്തിയിൽ വരെ പിടിച്ചു നിൽക്കുന്നത്. അയ്യോടാ. ആലിൻ്റെ അയ്യോ, ഇത് ഞങ്ങളുടെ റൂമിൻ്റെ തെക്കേപ്പുറത്തെ ജനല. ദാ ഈ വശത്തെ ജനൽ തുറന്നാൽ നമുക്ക് പാലത്തെ കൂടെ വണ്ടി പോകുന്നത് കാണാം. ഞാൻ ഈ ജനലെ പിടിച്ച് നിന്ന് കരയുമായിരുന്നു, എനിക്ക് അടുത്ത് വണ്ടികൾ കാണാൻ പറ്റാത്തത് കൊണ്ട്. എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇട്ടിരിക്കുക. കണ്ട, നമ്മുടെ വീട്ടിലെ കൂട്ട് വെള്ളയടിച്ചെപ്പോഴും ഇട്ടേക്കുന്നതായിരുന്നു. അവിടെ ഞങ്ങളിപ്പോൾ താമസിക്കുന്നിടത്ത് ഇതിൻ്റെ മേളിലുള്ള വാട്ടർ ടാങ്കൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് നമ്മൾ താമസവും ഇല്ല. ഇനി എന്തിനാ, എല്ലാം ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് അത് വീണുകൊണ്ടിരിക്കും. നല്ല വൃത്തിയായി. കണ്ട, ഇനി എല്ലാം ഒന്ന് തേച്ച് കഴുകി ഇപ്പോൾ കരിമ്പായൽ ഈ മഴക്കാലത്തിന് മുമ്പായിട്ടൊന്ന് കരിമ്പായലെല്ലാം തേച്ച് കഴുകിച്ചൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇവിടെ നിന്നായിരുന്നു ഞാൻ മിനിയാന്ന്. ആ പറമ്പാണെന്ന് പറയുമോ? മിനിയാന്ന് നമ്മൾ വീഡിയോ കണ്ട പറമ്പാണെന്ന് പറയുമോ? കാടല്ലായിരുന്നു, കാട്. അതൊന്നും ഇനി കത്തത്തില്ല കുഞ്ഞേ അത്. ഓ, ഇത്രയും ചാരം. അപ്പോൾ എത്ര ഇടത്താ കൂട്ടി തീയിട്ടിരിക്കുന്നത്. ഓടര അവിടെ ഇവിടെ അവിടെ തന്നെ എത്ര സ്ഥലത്തായിട്ട് എല്ലാം മാറിയിട്ടല്ല, വൃത്തിയായി. ഇനി കുറച്ചും കൂടെ ഉണ്ട്, എല്ലാം തീർന്നിട്ടില്ല, ഇനിയും കുറേ കൂടെ ഉണ്ട്. അപ്പുറത്തൊരു കൊല നിന്ന് വെട്ടിക്കൊണ്ട് പോകും. ഉമ്മുള്ള സമയത്ത് ഈ പറമ്പിൽ പൊന്നു വിളയിക്കുന്നത് പോലെ പച്ചക്കറികൾ ഇഷ്ടംപോലെ കൃഷി ചെയ്യുമായിരുന്നു. പാവൽ, നിത്യവഴുതനം, പയറ്, അതുപോലെ തന്നെ മുളക്, കാന്താരി മുളകുകൾ പല തരത്തിലുള്ള വെറൈറ്റി ആയിരുന്നു കേട്ടോ. അത് ഈ പറമ്പിലില്ലാത്ത പച്ചക്കറികളില്ലായിരുന്നു, അതുപോലെയായിരുന്നു. കഷ്ടം, കത്തിച്ചോണ്ട് പോവുക. 4 ദിവസം കൊണ്ട് ഇവിടെ തന്നെ ആയിരുന്നു. ഫുഡൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തു വിടും, വന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇനിയിപ്പോൾ ഇതങ്ങോട്ടൊന്ന് ഇളക്കി, മണ്ണൊന്ന് ഇളക്കിക്കൊണ്ട് എന്ത് വല വെച്ച് കൊടുത്താലും അങ്ങ് പിടിക്കുമെന്നുള്ള അത്ര നല്ല മണ്ണായത് കേട്ടോ. ചെളിയല്ലേ, നല്ല ഒന്നാം തരം ചെളി. പൂരശൊക്കെ മുട്ടം പൂരശ് നിൽപ്പുണ്ട്. സുലുക്കുട്ടനൊക്കെ വേറെ വീട് വല്ലതും വയ്ക്കുവാണെങ്കിൽ പൂരശ്, അഞ്ഞിലി ഒക്കെ നിൽപ്പുണ്ട്. ശാലുവിനായാലും ഈ പുരയിടത്തിൽ കാണുന്ന ഈ മണ്ണ് കംപ്ലീറ്റ് നമ്മുടെ പുഞ്ചകളിൽ നിന്ന് എടുത്ത, നിലങ്ങളിൽ നിന്ന് എടുത്ത മണ്ണാണ്. അതിനുശേഷം നമ്മൾ കണ്ടത്തിൽ എക്കലിറക്കുമായിരുന്നു. നമ്മുടെ വീട്ടിലെ കൂട്ടി ചക്കയുണ്ട് കേട്ടോ, പക്ഷെ എന്ത് ചെയ്യാം, ഞങ്ങൾ വരുത്തില്ലല്ലോ. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് പോകും, നമ്മൾ നോക്കത്ത് പോലും ഇല്ല, ഇങ്ങോട്ട് വരുത്തില്ല. പിന്നെ ഇന്നലെ ഇതിൻ്റെ അകത്ത് നിന്ന് വലിയ ഒരെണ്ണം പഴുത്തു പോയത്, അതുകൊണ്ട് അതിട്ടുകൊണ്ട് വന്ന് സത്യം പറഞ്ഞാൽ ഇന്നലെ നമ്മൾ കണ്ട ആ പുരാടം തന്നെയാണോ ഇത്? അവിടെ തീ കത്തിച്ചു പോവാം. ഇവരൊക്കെ ഇവിടം ഇഷ്ടപ്പെട്ട്, ഇവരിവിടെ ജനിച്ച് വളർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അസഹനീയമായിരുന്നു. ഞാൻ താമസിച്ച അത്രയും കാലം വളരെ ബുദ്ധിമുട്ടിയാണ്. തീർന്നിട്ടില്ല കേട്ടോ, ഇനി കുറച്ചും കൂടെ ഉണ്ട്. അപ്പുറത്തെ ഭാഗമുണ്ട്, ഒരു സൈഡേ തീർന്നിട്ടുള്ളൂ. ഇവിടുന്ന് ഈ വാതിക്ക് എന്നതാ, ഇവിടുന്ന് ഇങ്ങനെ 2 സൈഡിലുമായിട്ട് ഈ മയിൽപീലിയാന്ന് പറഞ്ഞിട്ട് മയിലിൻ്റെ തൂവൽ പോലത്തെ ഒരു ചെടി ഇവിടെ ഈ അറ്റം മുതൽ അങ്ങ് അറ്റം വരെ 2 സൈഡിൽ ഇങ്ങനെ വഴുത്താരയായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടൊരു മയിലാഞ്ചി ഇങ്ങനെ പടർന്ന് നിൽക്കുമായിരുന്നു. നല്ല ഇതായിരുന്നു കേട്ടോ. എൻ്റെ മോന് ഒരുപാട് ഓടി, അവനില്ല വെള്ളത്തിൻ്റെ അത് ആ പുഞ്ചയല്ലേ, അതിലോട്ട് വെള്ളം നിറയുമ്പോൾ ഇവൻ ഇവിടുന്ന് ഒരു ഓട്ടമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി അങ്ങോട്ട് ഇറങ്ങും, അവനെ പിടിക്കാനും എടുക്കാനും ഒക്കെ ഓടും. ഇതിൻ്റെ പുറകിന് എരുത്തിലിതാരം അവിടെ ആയിരുന്നു. ആ തീ ഇടുന്നതിൻ്റെ ഇപ്പുറത്തായിട്ട് നീളത്തിലൊരു എരുത്തിലായിരുന്നു. ഉണ്ട്, അതിൻ്റെ പാറയാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. ആ ഒരു ഭാഗം വലിയൊരു എരുത്തിലായിരുന്നു. പശുക്കളെല്ലാം കിട്ടുന്നതിൻ്റെ അകത്ത് അവിടെ ഇപ്പോൾ വാഴയൊക്കെ നിൽക്കുന്നുണ്ട്. അതെല്ലാം എരുത്തിൽ നിന്ന ഭാഗമാണ് ഇങ്ങോട്ടുണ്ടായിരുന്നത്. ഇവിടെ കിഴക്കേ വശം. ഇതിൽ പൈസ മുടക്കാൻ എനിക്ക്
ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ സമ്മതിക്കാതെ അന്നൊന്നും എൻ്റെ വാക്കൊന്നും കേൾക്കത്തില്ലായിരുന്നു. ഇവിടെ ചേട്ടന്മാരും ഉമ്മായും ഒക്കെ പറയുന്നതിനപ്പുറമില്ലായിരുന്നു പുള്ളി. അക്കാലത്ത് 3 or 4 വീട് വെക്കേണ്ട പൈസ ചിലവാക്കിയ ഒരു വീടാണ്. കാരണം വഴി സൗകര്യമില്ലല്ലോ, കൂലിച്ചെലവ്. പിന്നെ അങ്ങോട്ട് കണ്ടം വാങ്ങിക്കൂട്ടലായിരുന്നു അടുത്ത ഹോബി. നിലങ്ങൾ വാങ്ങൽ. ഞാൻ വേണ്ട, എന്തിനാ, നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ കൃഷി ചെയ്യത്തില്ല. നെവർ മൈൻഡ്. എന്നോട് പറയാതെ പോലും എഴുത്തുകൂത്ത് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്ത് ചെയ്യാനാ, അവസാനം നോക്കാനും കാണാനും ആരും ഇല്ലാതെതാ കിടക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ വീടും കൂടെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരുക്കമാണ്. ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കണം. പലരും വന്നിട്ട് സമ്മതിക്കാതെ കൊടുക്കത്തില്ല, പുഴുങ്ങി തിന്നട്ടെ. മരങ്ങളും വാഴയും കൊണ്ട് നിറഞ്ഞ് വീട് കാണാൻ വയ്യ, അതുപോലായി. ഒരു 10-15 വർഷത്തോളമായി നമ്മൾ ഇവിടുന്ന് താമസം മാറിപ്പോയിട്ട്. അപ്പോൾ ഇത്രയും കാലം ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ അതാണ് ഇത്രമാത്രം കരിമ്പാല് പിടിച്ച് റെഡിയായി കിടക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. പുകഞ്ഞുകൊണ്ടിരിക്കും, അത് കത്തിച്ച് തീർന്നിട്ടില്ല. ഈ മുളയും കൂടെ പോയെങ്കിൽ മാത്രമേ ഇവിടെ ഒന്നും കൂടെ ഒന്ന് തെളിയത്തുള്ളൂ. മുള വാങ്ങിക്കാൻ ആരോടോ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഇത് ഒത്തിരി ആകുമ്പോൾ വന്ന് കൊണ്ടുപോകുന്നതാണ്. ഇവിടെയൊക്കെ മരങ്ങൾ ഇഷ്ടംപോലെ മരങ്ങളായി ഉണ്ടോ. സ്വർണ്ണ കളറിൽ കിടക്കുന്നുണ്ട്. കൊയ്ത്തുമ്മേരി എല്ലാം നമുക്കിവിടെ നിന്നുകൊണ്ട് കാണാം. നമ്മുടെ അപ്പുറത്തെ സൈഡ് ഇതുണ്ട്, അതൊരു തോടാണ്. അതുകൊണ്ട് ആ തോട് ഞാൻ ഇന്നലെ കാണിച്ചില്ലേ, ഇത് ആ തോടിൻ്റെ അപ്പുറത്ത് നമ്മുടെ കണ്ടങ്ങളായിരുന്നേ. അപ്പോൾ അവിടെ ഇട്ടായിരുന്നു മെതിക്കുന്നത്. അപ്പോൾ ആ കണ്ടത്തിലും നമ്മൾ ചായയൊക്കെ കൊണ്ട് രാത്രി നല്ല രസമാണ്. ഇവിടുന്ന് ലൈറ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് വയറ് വലിച്ച് അങ്ങോട്ട് കരണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ആൾക്കാർക്ക് ചായയൊക്കെ ഇട്ട് പാത്രത്തിലാക്കി അവിടെ പോയി നിന്ന് അവരുടെ കഥയൊക്കെ പറയുന്നതൊക്കെ കേട്ട് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ ഈ പറമ്പിലോട്ട് കൊണ്ടുവന്ന നെല്ലെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാണ് എല്ലാം മൂടയിടുന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തും ഹാളിലും അതുപോലെ തന്നെ കണ്ടത്തിലും. അന്നേരം ഈ തൂറ്റുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ദേഹത്തൊക്കെ ചൊറി. ഞാനതിൻ്റെ കീഴിൽ പോയി ഇത് നോക്കിക്കൊണ്ട് എനിക്ക് നല്ല രസമാണ്. കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നല്ല വലിയ നെൽമണികൾ കിടക്കുമല്ലോ, അതൊക്കെ ഓരോരുത്തർ പെറുക്കും. ഇഷ്ടംപോലെ പെറുക്കുന്ന കാണാം. നല്ല രസമില്ലേ കാണാൻ? നല്ല രസം വെള്ളം പൊങ്ങുമ്പോൾ. ആണോ? പിന്നെ നമ്മുടെ ഈ കൊയ്ത്ത് കഴിയുമ്പോഴേ നല്ല രസമാണ് കാണാൻ. ഈ കാണാൻ രസമേ ഉള്ളൂ, താമസിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ തീർന്ന്. ഞാൻ സീനത്തേന്നൊക്കെ വിളിക്കുന്നുണ്ട് അതിൽ, കണ്ടായിരുന്നു? ആ കൊച്ചുമോന്. അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ മീഞ്ഞോന്ന് കൊണ്ട് പുരേട വന്ന് പറയുമോ ഇല്ലയോ? കഷ്ട. ഇക്കാടെ കൈയെല്ലാം പൊട്ടി. ഈ പാണലില് ഇല്ലയോ ഒരു ഞങ്ങളിതാ തിരിച്ചു പോരാ. അതാ നമ്മുടെ വീട്. ഇതുകൊണ്ടതോ അതാണ് നമ്മുടെ വീടും. കണ്ട റോഡിൽ വന്ന് ഞങ്ങൾ വണ്ടി തിരിച്ചു കൊണ്ടുപോവാണേ. കണ്ട മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വീടിപ്പോൾ കാണാൻ പറ്റത്തില്ല, അതുപോലെ മരങ്ങൾ. അതുകൊണ്ടത് കണ്ട ആ ഒരു തുരുത്ത് പോലെ അത് അത്രയും ഭാഗം. കണ്ട നമ്മള് ഇപ്പൊ നടന്നു പോകുന്ന ആ വഴിയും വേണ്ടത് ആ തെങ്ങും ഒക്കെ കണ്ട. നമ്മൾ ആ കിളിക്കൂടൊക്കെ കാണിച്ചില്ലേ, ആ തെങ്ങും കൊണ്ടത് അതാണ് വീട്. വേണ്ടത് ഇവിടെ വന്നിട്ടാണ് നമ്മള് അങ്ങോട്ട് നടന്നു പോയത്. കണ്ട അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.